എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 11ാമത്തെ വീഡിയോയാണിത്. മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള 30 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകുന്നത് ആരുടെ സാന്നിധ്യത്തിലായിരുന്നു? ഉത്തരം ഏലിയുടെ. ചോദ്യം 2. പൂരിപ്പിക്കുക. അക്കാലത്ത് ഡാഷ് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. ഉത്തരം കർത്താവിന്റെ അരുളപ്പാട്. ചോദ്യം 3. അക്കാലത്ത് വിരളമായിരുന്നുവെന്ന് 1 സാമുവേൽ അധ്യായം 3 പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം കർത്താവിന്റെ ദർശനങ്ങൾ. ചോദ്യം 4. ഏലിയുടെ കണ്ണുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നാണ് സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മങ്ങി തുടങ്ങിയിരുന്നു. ചോദ്യം 5. സാമുവേൽ എവിടെയാണ് കിടന്നിരുന്നത്? ഉത്തരം ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ. ചോദ്യം 6. കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ സാമുവേൽ എന്ത് മറുപടിയാണ് നൽകിയത്? ഉത്തരം ഞാനിതാ. ചോദ്യം 7. കർത്താവ് വിളിച്ചപ്പോൾ സാമുവേൽ ഓടിച്ചെന്നത് എവിടേക്കാണ്? ഉത്തരം ഏലിയുടെ അടുത്തേക്ക്. ചോദ്യം 8. കർത്താവിന്റെ വിളി കേട്ട് 2-ാം തവണയും തന്റെ അടുത്തേക്ക് വന്ന സാമുവേലിനെ ഏലി എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം മകനെ. ചോദ്യം 9. 2-ാം തവണയും വിളിച്ചത് കർത്താവാണെന്ന് സാമുവേൽ അറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 10. സാമുവേൽ 3-ാമതും തന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഏലിക്ക് മനസ്സിലായത് എന്താണ്? ഉത്തരം കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന്. ചോദ്യം 11. ഇനിയും വിളിക്കുന്നതായി തോന്നിയാൽ എന്തു മറുപടി പറയാനാണ് ഏലി സാമുവേലിന് നിർദ്ദേശം നൽകിയത്? ഉത്തരം കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ചോദ്യം 12. ഇസ്രായേൽ ജനതയോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ഇരുചെവികളും തരിച്ചു പോകും. ചോദ്യം 13. ആർക്കെതിരെ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ഏലിയുടെ കുടുംബത്തിനെതിരെ. ചോദ്യം 14. ഏലിയുടെ മക്കൾക്കെതിരെ കർത്താവ് ചുമത്തിയ കുറ്റം എന്തായിരുന്നു? ഉത്തരം ദൈവദൂഷണം പറഞ്ഞു. ചോദ്യം 15. ഏലി ചെയ്ത തെറ്റെന്തായിരുന്നു? ഉത്തരം ദൈവദൂഷണം പറയുന്നതിൽ നിന്ന് പുത്രന്മാരെ തടഞ്ഞില്ല. ചോദ്യം 16. ബലികളും കാഴ്ചകളും എന്തിന് പരിഹാരമാവുകയില്ലെന്നാണ് കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞത്? ഉത്തരം ഏലി കുടുംബത്തിന്റെ പാപത്തിന്. ചോദ്യം 17. ഏലി കുടുംബത്തിന്റെ പാപം എന്തുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ബലികളും കാഴ്ചകളും. ചോദ്യം 18. എന്തു ചെയ്യുവാനാണ് സാമുവേൽ ഭയപ്പെട്ടത്? ഉത്തരം തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ. ചോദ്യം 19. പ്രഭാതത്തിൽ ഉണർന്ന സാമുവേൽ എന്താണ് ചെയ്തത്? ഉത്തരം കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. ചോദ്യം 20.
കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന ശേഷം സാമുവലിനെ ഏലി വിളിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: മകനെ സാമുവൽ. ചോദ്യം 21. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചുവെച്ചാൽ എന്ത് സംഭവിക്കട്ടെ എന്നാണ് ഏലി സാമുവലിനോട് പറഞ്ഞത്? ഉത്തരം: ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ചോദ്യം 22. പൂരിപ്പിക്കുക. സാമുവൽ വളർന്നു വന്നു. ഡാഷ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഉത്തരം: കർത്താവ്. ചോദ്യം 23. പൂരിപ്പിക്കുക. സാമുവൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഡാഷ് വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ഉത്തരം: വാക്കുകളിലൊന്നും. ചോദ്യം 24. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞതെന്താണ്? ഉത്തരം: സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന്. ചോദ്യം 25. കർത്താവ് സാമുവലിന് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ചാണ്? ഉത്തരം: ഷീലോയിൽ വെച്ച്. ചോദ്യം 26. പൂരിപ്പിക്കുക. സാമുവൽ കർത്താവിന്റെ ഡാഷ് ആയി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞു. ഉത്തരം: പ്രവാചകൻ. ചോദ്യം 27. സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് എവിടെയുള്ള ഇസ്രായേൽ ജനമാണ് അറിഞ്ഞത്? ഉത്തരം: ദാൻ മുതൽ ബേർഷേബ വരെയുള്ള. ചോദ്യം 28. പൂരിപ്പിക്കുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല, കാരണം അതുവരെ ഡാഷ് അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഉത്തരം: കർത്താവിന്റെ ശബ്ദം. ചോദ്യം 29. കർത്താവ് സാമുവലിനെ വിളിച്ചത് എത്ര തവണയാണ്? ഉത്തരം: 4 തവണ. ചോദ്യം 30. കർത്താവ് സാമുവൽ സാമുവൽ എന്ന് എത്ര തവണ വിളിച്ചതായാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം: 2 തവണ. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 11ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.